തിരികെ സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും തത്സമയം റിപ്പോർട്ടിലേക്ക്. നമുക്ക് വിശദമായിട്ട് അങ്ങ് കടന്നാലോ. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, അവരുടെ രക്ഷിതാക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ശംഖുവിനെ ഓർമ്മയുണ്ടാകുമല്ലോ, ബിർനാണി ശംഖു. അങ്ങനെ ശംഖു ഒരു ആവശ്യമൊക്കെ പറഞ്ഞ് ആ ആഗ്രഹം നമ്മുടെ സർക്കാർ അങ്ങ് സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. അംഗനവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന ശംഖുവിന്റെ ആഗ്രഹം നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അങ്ങ് സാധിച്ചു കൊടുത്തിട്ടുണ്ട്. മന്ത്രി അന്ന് പറഞ്ഞത് പ്രകാരം അംഗനവാടി കുട്ടികൾക്കുള്ള ഭക്ഷണ മെനു വനിതാ ശിശു വികസന വകുപ്പ് പരിഷ്കരിച്ചിട്ടുണ്ട്. ശംഖുവിന്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി അന്ന് ഉറപ്പ് നൽകിയിരുന്നത്. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവൊക്കെ കുറച്ചുകൊണ്ട് ആരോഗ്യമൊക്കെ ഉറപ്പാക്കി പോഷക മാനദണ്ഡ പ്രകാരമാണ് ഭക്ഷണ മെനു ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത്. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? അംഗനവാടിയിലെ ഒരു കുഞ്ഞ് ശംഖു, അവന്റെ ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു. അവന് ബിർനാണിയും കോഴിക്കാരും വേണമെന്നാണ്, കോഴി ചിക്കൻ ഫ്രൈയും വേണമെന്നാണ് ആ മോൻ ആവശ്യപ്പെട്ടത്. ഭയങ്കര വൈറലായിരുന്നു. അതിന് ശേഷം അവന്റെ അംഗനവാടിയിൽ തന്നെ ആ മോന് കൊടുത്തു. ഒരുപാട് അംഗനവാടികളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയുണ്ട്. അപ്പൊ നമുക്കൊരു മാംസാഹാരത്തിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് പോകാൻ നമ്മുടെ അംഗനവാടി പ്രവർത്തകർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി നമ്മൾ ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. TS ഹരികൃഷ്ണനാണ് നമ്മുടെ ഉള്ളത്. ഹരി, അന്ന് ആ വീഡിയോ വൈറലായി കഴിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ സ്റ്റോർ ചെയ്തതാണ്. അപ്പോൾ നമ്മളെല്ലാവരും പറയണേ എങ്ങാനും ഒരു ബിരിയാണി കിട്ടിയാലോ എന്ന്. അങ്ങനെ എന്തായാലും ബിരിയാണി കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ കുറച്ചു നേരം മുൻപേ മാതൃഭൂമി ന്യൂസിനടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശംഖു. അവൻ അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല ഒരു മുട്ട ബിരിയാണി ആണ് എന്നൊക്കെ കേട്ടപ്പോൾ ആൾ ഇപ്പോഴും ചിക്കനിൽ ഉറച്ചു തന്നെ നിൽപ്പുണ്ട്. എന്തായാലും കുഞ്ഞുങ്ങളുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യമൊക്കെ നോക്കിയല്ലേ മെനു പരിഷ്കരിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും അവൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പൂജ, ബിരിയാണി അല്ല, ശംഖുവിന്റെ ഭാഷയിൽ പറഞ്ഞ ബിർനാണി എന്ന് പറയണം. കാരണം ശംഖു അത്രയ്ക്ക് എന്ത് കൗതുകമായിട്ടാണ് ആ കുട്ടി അത് പറയുന്നത്. അത് മന്ത്രി അത് കേൾക്കുമ്പോഴും മന്ത്രി അത് അന്നൊക്കെ പ്രതികരിച്ചപ്പോഴൊക്കെ നമ്മളത് ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും ശംഖു അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഈ സർക്കാർ അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല രീതിയിൽ കുട്ടികൾക്ക് മെനു പരിഷ്കരിക്കണം എന്നുള്ള ഒരു ആലോചനയിലേക്ക് പോയത്. പക്ഷെ അതിൻ്റെ പ്രശ്നം അതല്ല. ഈ വാർത്ത വന്നതിന് ശേഷം ശംഖു ഹാപ്പിയാണ്. പക്ഷെ ഉള്ള പ്രശ്നം ഈ മുട്ട ബിരിയാണി എന്ന് കേട്ടപ്പോൾ ശംഖുവിന് അത്ര അങ്ങോട്ട് പോരാ. ശംഖുവിന് ചിക്കൻ ബിരിയാണി തന്നെ വേണം. അതും വെറുതെ പോരാ, എല്ലില്ലാത്ത ചിക്കൻ വേണം. അങ്ങനെ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ മതി എന്നുള്ള ഒരു ലൈനിലേക്ക് ശംഖു ആദ്യം തന്നെ ഉറച്ചു നിൽക്കുന്നു. നമ്മുടെ കേരള ബിരിയാണി ഫെസ്റ്റ്, ബിരിയാണി ക്യൂൻ, ആ ഫെസ്റ്റിനകത്ത് തന്നെ മമ്മൂട്ടിയുടെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ അന്നും പറഞ്ഞത് പൊരിച്ച ബിരിയാണിയും പൊരിച്ച കോഴിയും. ഇപ്പോഴും അങ്ങനെ തന്നെ. അന്ന് മമ്മൂക്ക വരുന്നപ്പോഴും മിഥുൻ ചേട്ടനൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അതൊന്ന് പറഞ്ഞേ എന്ന് മിഥുൻ ചേട്ടൻ പറയുമ്പം ഈ ബിരിയാണിയുടെ കാര്യം പറയുന്നുണ്ട്. അവന് ബിർനാണി മതി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം മമ്മൂക്കയുടെ അടുത്ത് എന്ത് വേണമെന്ന്, മമ്മൂക്കയുടെ അടുത്ത് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോഴാണ് ബിരിയാണിയും പൊരിച്ച കോഴിയും എന്നുള്ളത് അന്നും പറയുന്നുണ്ടായിരുന്നത്. അന്നാണ് ഈ ബിരിയാണി നമ്മുടെ ഫെസ്റ്റിലാണ് കുറച്ചത് ചർച്ചയായത് ഈ വിഷയം. ഇങ്ങനെ അതിനുശേഷമാണ് സർക്കാർ അത് സജീവമായി പരിഗണിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ശംഖു അന്ന് ബിർനാണി വേണമെന്ന് പറഞ്ഞത് സർക്കാർ പ്രാവർത്തികമാക്കാൻ പറ്റി. പക്ഷേ മുട്ട പോരാ, ഇനി ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞത് സാധ്യമാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതൊരു ചില്ലറ കാര്യമല്ല. അവരതൊക്കെ ആലോചിച്ചതാണ്, എന്നിട്ടാണ് ഈ മുട്ട ബിരിയാണിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഹരി. എന്തായാലും ശംഖു ഹാപ്പിയാണ്. മുട്ട ബിരിയാണിയിൽ മാത്രമേ അവൻ ചെറിയൊരു അതൃപ്തിയൊക്കെ പറഞ്ഞുള്ളൂ. എന്തായാലും അതിനെക്കുറിച്ച് ഓർത്ത് ഇനി ആരും തലപോയ്ക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെയൊക്കെ ആരോഗ്യം കൃത്യമായി നോക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെനു ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അടിപൊളിയായിട്ട് വളരണം. നമ്മുടെ ശംഖുവിനെ തന്നെ കണ്ടില്ലേ, ഇന്ന് സംസാരിച്ചപ്പോഴും ആളൊരു വിരുദ്ധം തന്നെയാണ്, നല്ല ആക്റ്റീവാണ്. എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അത് മാത്രമേ പറയാനുള്ളൂ.